കൃത്യം 2 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുക. പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വാഹനത്തിലാണ് ഈ റോഡ് ഷോ നടക്കുക. അതിൻ്റെയൊക്കെ തന്നെ ഒരുക്കങ്ങളും മറ്റ് സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ കൃത്യമായും പാലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷയും ശക്തമാണ്. മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഇവിടേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല. കൃത്യമായിട്ടും അതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു റോഡ് ഷോ നടക്കുന്നത്. ഇരു വശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡുകളിൽ നിന്നായിരിക്കും ഈ ഒരു ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് ആദരവ് അർപ്പിക്കുക. അതുപോലെ നിരവധി ജനങ്ങളാണ്, അതായത് മഹിളാ സമ്മേളനമായതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൂടുതലും അവർ ഇവിടെയായിരിക്കും എത്തുക. അതോടൊപ്പം തന്നെ മറ്റ് മഹിളകളും ഇവിടെ ഉണ്ടാകും. ഈ ഒരു മഹിളാ സമ്മേളനവും അതുപോലെ തന്നെ റോഡ് ഷോയും ഒക്കെ നിയന്ത്രിക്കാൻ കൃത്യമായും ഇവിടെ വോളണ്ടിയേഴ്സും സജ്ജമാണ്. അവരൊക്കെ തന്നെ ഇവിടെ കൃത്യമായും വെള്ളയും കാവിയും വസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട് തന്നെ അവർ നിൽക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ ഈ ഓരോ ജംഗ്ഷനിലും സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 മണിക്ക് ആരംഭിക്കുന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ നിന്നും നടുവിലാൽ വഴി, ആ കുറുപ്പൻ റോഡ് വഴി നടുവിലാൽ വഴി നായ്ക്കനാൽ വഴിയായിരിക്കും ഈ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുക. അതിൻ്റെയൊക്കെ എന്തൊക്കെയായി ഒരുക്കങ്ങൾ, ഇതിൻ്റെയൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എന്തൊക്കെയായി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള? സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ ഇന്നലെ തൊട്ട് തന്നെ അതിൻ്റെ ട്രയൽ റണ്ണും ബാക്കി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പോലീസുകാരും SPGയും എല്ലാം ക്ലിയർ ചെയ്തതാണ്. പിന്നെ നമ്മളിവിടെ ഒരുക്കങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊടിതോരണങ്ങളെല്ലാം കൃത്യമായിട്ട് ഇന്നലെ തന്നെ കെട്ടിയിട്ടുണ്ട്. പൂക്കളൊക്കെ ശരിയാക്കിയിരിക്കുന്നു. പിന്നെ കലാകാരന്മാർ കുറേ പേര് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് റോഡ് ഷോൻ്റെ മുമ്പിൽ പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെ ആവേശത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ കൃത്യമായും മഹിളകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു ഒരുക്കങ്ങളായാലും മറ്റ് ക്രമീകരണങ്ങളായാലും നടക്കുന്നത്. അതൊക്കെ തന്നെ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള നിമിഷമായി മാറുകയല്ലേ ഈ ഒരു സമ്മേളനം? വനിതകൾക്ക് വേണ്ടി വളരെയധികം പുതിയ പുതിയ യോജനകൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വനിതകൾ തന്നെ തയ്യാറായി മുന്നോട്ട് വന്ന് നടത്തുന്ന ഒരു സമ്മേളനമാണിത്. ഇതിൻ്റെ എല്ലാ ക്രമീകരണത്തിലും ഏതൊരു മുക്കിലും മൂലയിലും, ഇപ്പോൾ കൊടി കെട്ടാനായാലും മരങ്ങ് കെട്ടാനായാലും എന്ത് കാര്യത്തിനായാലും ഞങ്ങളുടെ സ്ത്രീ ശക്തി, മഹിളാ മോർച്ചയുടെ സ്ത്രീ ശക്തി വളരെ ശക്തമായി തന്നെ ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എത്രത്തോളം വനിതകളാണ് ഈ വോളണ്ടിയേഴ്സ് ആയിട്ട് ഇവിടെ ഉള്ളത്? വോളണ്ടിയേഴ്സ് ആയിട്ട് ഞങ്ങളൊരു 10,000-2000 മുകളിൽ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള വനിതകളെ ഞങ്ങൾ ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മെഡിക്കൽ ടീമുണ്ട്. ഞങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന വരുന്ന ആൾക്കാർക്ക് സൗകര്യങ്ങൾ, വെള്ളവും മറ്റും എടുത്തു കൊടുക്കാനുള്ള വോളണ്ടിയർ ടീംസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വനിതകൾ തന്നെയാണ് ഇതിൽ വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടും വനിതകളുടെ നേതൃത്വത്തിൽ ഈ ഒരു സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഈ റോഡ് ഷോയ്ക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ക്രമീകരണങ്ങൾ? ഈ വനിതകൾ തന്നെയാണോ വോളണ്ടിയേഴ്സായിട്ട് ഇരുവശവും നിൽക്കുക? അല്ല, വനിതകളെ സമ്മേളന നഗരിയിലേക്ക് കയറ്റിക്കൊണ്ട് റോഡ് ഷോ നമ്മൾ പൂർണ്ണമായും പുരുഷന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പുരുഷന്മാർക്ക് കാണാൻ വേണ്ടി കുറേ കലാക്രമീകരണങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നരേന്ദ്രമോദിയെ ഞങ്ങൾ വനിതകൾ ഉള്ളിലിരുന്ന് കണ്ടുകൊള്ളാം, പുരുഷന്മാർ പുറത്തുനിന്ന് കണ്ട് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുറം ഭാഗം റോഡ് ഷോ ഞങ്ങൾ പുരുഷന്മാർക്കായി വിട്ടുകൊടുത്തിരിക്കുന്നത്.